ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു തിയറി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ ബിട്രേ ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ലോയും ലൂഫിയും തമ്മിൽ അലയൻസ് ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ റോബിൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പാരറ്റ് അലയൻസ് ലാസ്റ്റ് ബിട്രേയിലേ അവസാനിക്കുമെന്ന്. അപ്പോൾ അത് സത്യമാവുമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. അപ്പോൾ ആ തിയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വൺ പീസ് കാണുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ അനിമെ കാണുന്ന കൂട്ടുകാരോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. വൺ പീസ് കാണുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒരാളായിരിക്കും നമ്മുടെ ലോ. അങ്ങനെയുള്ള ലോ ആണ് നമ്മുടെ ലൂഫിനെ ബിട്രേ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു തിയറി വരുന്നത്. ആ തിയറി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. നമുക്കറിയാലോ, നമ്മുടെ ഇമോസാമ ഇമ്മോർട്ടലാണ്. ആ ഇമ്മോർട്ടാലിറ്റി നമ്മുടെ ഇമോസാമക്ക് കിട്ടിയത് എങ്ങനെയായിരിക്കും? നമ്മുടെ ലോഡ് ഡെവിൽ ഫ്രൂട്ട് ആയിട്ടുള്ള ഒപ്പി നോമി വെച്ചിട്ട്. അങ്ങനെയല്ലാതെ വേറൊരു രീതിയിലും വേറെ ആർക്കും ഇമ്മോർട്ടാലിറ്റി ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഒപ്പി നോമി വെച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഡെവിൽ ഫ്രൂട്ടിൻ്റെ യൂസർ തൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. 800 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇമൂസാമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആരോ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഇമൂസാമ ഇപ്പോഴും ജീവനോടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മുടെ ലോയുടെ മുഴുവൻ പേരെന്താ? ട്രഫാൽഗർ വാട്ടർ ഡി ലോ. അതിൽ ലോ മെയിനായിട്ട് ഹൈഡ് ചെയ്തത് ഈ വാട്ടർ എന്ന് പറയുന്ന പേരാണ്. ഈ തിയറി പറഞ്ഞിട്ടുള്ളത് ഈ വാട്ടർ എന്ന് പറയുന്നതും നമ്മുടെ ഇമൂസാമയും തമ്മിൽ എന്തോ തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. തിയറിയിലൊക്കെ പറയുന്നത് കാണാം, നമ്മുടെ നെറോണ ഫാമിലിയുടെ ഒരു മെമ്പറാണ് ഇമൂസാമ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ നെറോണ ഫാമിലി ഒരു മെമ്പറായിരിക്കും നമ്മുടെ ലോയുടെ ആൻസസ്റ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനാണ്. പക്ഷേങ്കിൽ പിന്നീട് നടന്നിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പദവി നമ്മുടെ ലോയുടെ ഫാമിലിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ഇതിനുള്ള കാരണമോ ഈ ഫാമിലിക്ക് ഡി ക്ലാനുമായിട്ടുള്ള ബന്ധമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ലോന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമ്മളെ ലൂഫിനെ ബിട്രേ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒരു പക്ഷേ നമ്മളെ ലോ തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതായിരിക്കില്ല. ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലോയും അതുപോലെ തന്നെ ഇമൂസാമയും ഈ തിയറി പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോയുടെ ഫാമിലിയോ അതുപോലെ തന്നെ ഇമൂസാമയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലോനെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ലോനെ ഡോമി റിവേഴ്സ് ചെയ്ത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനോ നമ്മുടെ ഇമൂസാമയ്ക്ക് പറ്റുന്നതായിരിക്കും. ഞാനിങ്ങനെ പറയാൻ കാരണം, നമ്മുടെ ലോ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൻ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഇമൂസാമയ്ക്ക് നമ്മുടെ ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അതുമാത്രമല്ല, ഈ തിയറി തന്നെ പറയുന്നുണ്ട് നമ്മുടെ ലൂഫിനെ തൻ്റെ ഇഷ്ടപ്രകാരം ആയിരിക്കില്ല ബിട്രേ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ നടക്കാനാണ് ചാൻസ് കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫിയുടെ ലൈഫ് വരെ നമ്മളെ ലോ സേവ് ചെയ്തിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ലോ നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം നമ്മുടെ ലോ എന്തായാലും ലൂഫിനെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ബിട്രേ ചെയ്യാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഈ തിയറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഈ തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാലും മറ്റൊരു ദിവസം മറ്റൊരു ഡേ കാണുന്നതിന് ബൈ.